എനിക്കൊരു വീഡിയോ വന്നു ഫേസ്ബുക്കിൽ. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറയണം, അറിയാതെ ഞാൻ മൂക്കത്ത് വിരൽ വെച്ച് പോയി. പല പ്രാവശ്യം എന്നോട് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, ദിനേശേ, അതിവിനയം കാണിക്കുന്ന ഒരാളെയും ദിനേശ് ജീവിതത്തിൽ വിശ്വസിക്കരുത്. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു നിർദ്ദേശം. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. ശരിയാ, എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകിൽ ഇതുപോലൊരു കറുത്ത പാട് കാണും. കാരണം ഈ അതിവിനയം കാണിക്കുന്നവൻ പച്ച കള്ളനായിരിക്കും. കള്ളമേ ജീവിതത്തിൽ കാണിക്കും. അത് അങ്ങനെയുള്ളവനാണ് ഈ അതിവിനയം കാണിക്കുന്നത്. എൻ്റെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഷീനിച്ചേട്ടൻ്റെ നിരീക്ഷണം 100% സത്യമാണെന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെ നടൻ ജയറാമിൻ്റെ കാര്യം തന്നെ എടുക്കാം. നല്ല പരിചയക്കാരായിരുന്നു ഞങ്ങൾ. സ്വയംവരപന്തലിലും എഴുന്നള്ളത്തിലും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണ്. അയാളുടെ ആദ്യകാല വിറ്റ്നസ് അടക്കമുള്ള സിനിമകളുടെ, വചനം അടക്കമുള്ള സിനിമകളുടെ സെറ്റിൽ പത്രക്കാരനായി പോയ കാലം മുതലുള്ള ബന്ധമാണ്. ജയറാമിനെ പോലെ ഇത്തരം നാട്യമുള്ളൊരു മുഖം എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. ജയറാമിൻ്റെ മകൻ കാളിദാസന് പോലും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. കാളിദാസൻ പോലും ഒരു കള്ളനല്ല. നല്ല കാര്യങ്ങൾ പറയാൻ ഒന്നുമില്ല ജയറാമിനെക്കുറിച്ച്. അത് മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്തത്. ചീത്ത കാര്യം മാത്രം പറയാനായിട്ട് എന്തിനാണ് ഒരു എപ്പിസോഡ് ചെയ്യുന്നത്? നമ്മളെ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ലതും ചീത്തയും പറയും. ഇത് ചീത്ത മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അയാളെക്കുറിച്ചൊന്നും ചെയ്യാത്തത്. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കാര്യം എന്തൊക്കെ പറയാനുണ്ടെങ്കിലും പൊളിഞ്ഞു നിന്ന ജയറാമിനെ വെച്ച് സൂപ്പർ ഹിറ്റുകൾ തുടർച്ചയായി നൽകിയ രാജസേനോട് ഇയാൾ കാട്ടിയ പ്രവൃത്തി ഒട്ടും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ലല്ലോ. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല, പുള്ളിക്കും അറിയില്ല. ഇത് ആരെങ്കിലും ഇടയ്ക്ക് നിന്ന് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ പിണങ്ങിയ കാരണം അറിയണം, വഴക്ക് കൂടിയിരിക്കണം. ഇത് വഴക്കില്ലാതെ തനിയെ ഇങ്ങനെ അകന്നു പോകില്ലേ? വിളിയാണ് ശരിക്കും പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, നമ്മൾ വെറുതെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടോ മോഹിച്ചുകൊണ്ടോ അല്ലല്ലോ വിളിക്കുന്നത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ജയറാമിനെ ഞാൻ വിളിക്കുന്നത്, ജയറാമിൻ്റെ ഡേറ്റിന് വിളിക്കുന്നത് പോലെ പുള്ളി പ്രതികരിക്കുമായിരുന്നു. ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ, ഞാൻ ഷോട്ടിലാണ് എന്ന് പറഞ്ഞ് വയ്ക്കും. അത് എനിക്ക് ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ അപരൻ്റെ സെറ്റിൽ ചെന്നിടം മുതൽ സുരേഷ് ഉണ്ണിത്താനുമായി ഉണ്ടാക്കിയെടുത്ത നല്ല സൗഹൃദം ഉണ്ടായിരുന്നു ജയറാമിന്. ഉണ്ണിത്താൻ ജാതകത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി മാറിയപ്പോൾ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ ജയറാമായിരുന്നു ജാതകത്തിലെ നായകൻ. ലോഹി എഴുതി ഉണ്ണിത്താൻ ചെയ്ത രണ്ടാമത്തെ സിനിമ രാധാമാധവത്തിലും ഇയാളെ തന്നെ നായകനാക്കി. ഉണ്ണിത്താൻ്റെ മുഖചിത്രം എന്ന് പറഞ്ഞ സിനിമ ജയറാമിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ്. അങ്ങനെയുള്ള സുരേഷ് ഉണ്ണിത്താൻ ഒരു കഥ പറയാൻ തിരുവനന്തപുരത്തെ ഗീത് ഹോട്ടൽ ഗീതിൽ റിസപ്ഷനിൽ 2.5 മണിക്കൂർ ജയറാമിൻ്റെ തിരുമുഖം കാണാനായി കാത്തിരുന്നു. സാറ് തൂക്കിയിട്ടിറുക്ക് എന്നാണ് ഇയാളെ കൂടെയുള്ള എർത്ത് പറഞ്ഞത്. അയ്യോ അണ്ണേ നീങ്ങളെ തിരുനെൽവേലി உங்களுக்கு போய் 4 ரூபாய் கொடுக்க முடியுமா? തൂങ്ങിയിട്ട് ഇരിക്കുന്നു. ഇപ്പം തൂങ്ങിയിട്ട് ഇരിക്കുക. എപ്പോഴും കാത്തിരുന്ന സുരേഷ് ഉണ്ണിത്താൻ്റെ മുന്നിലൂടെ സുരേഷ് ഉണ്ണിത്താനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അപരിചിതത്വം കാണിച്ച് കാറിൽ കയറിപ്പോയി 2.5 മണിക്കൂറിന് ശേഷം സുരേഷ് ഉണ്ണിത്താൻ്റെ മനസ്സിൽ ജ്വലിച്ച ശാപം ഉറപ്പായും ജയറാം അനുഭവിച്ചിരിക്കാം. എത്ര പെട്ടെന്നാണ് നായകനിൽ നിന്നും ടബോന്ന് താഴെ പോയത്. ക്യാമറയ്ക്ക് മുന്നിലല്ല, സ്വന്തം ജീവിതത്തിലാണ് ഈ നടൻ്റെ യഥാർത്ഥ അഭിനയം നടക്കുന്നത്. കാണുന്നവർക്ക് തോന്നും, ഷോ എന്തൊരു നിഷ്കളങ്കനായ മനുഷ്യൻ. അഭിനയം വേണം കാണാൻ. ജന്മം കൊണ്ട് ഇയാൾ പൂണൂലിട്ടവനാണ്.
പക്ഷേ കാളയും കോഴിയും മീനും ഒക്കെ തിന്നുന്ന പൂടൂൽധാരിയുമാണ്. ഭാര്യയാണെങ്കിൽ ഒരു നായരൂട്ടിയായിരുന്നല്ലോ. അമ്മയെ അച്ഛൻ തിരുമണം നടത്തിയത് കേരളത്തിൽ, പിള്ളേരെ ഉണ്ടാക്കിയത് കേരളത്തിൽ, പഠിപ്പിച്ച് വലുതാക്കി ഉത്സവപ്പറമ്പുകളിൽ മിമിക്രി കളിക്കാൻ പോയത് കേരളത്തിൽ, നടനായത് കേരളത്തിൽ, സംബന്ധം കഴിച്ചത് കേരളത്തിൽ. പക്ഷേ തമിഴൻ്റെ ക്യാമറ കണ്ടാൽ പറയും മാതൃഭാഷ എൻ്റേത് തമിഴ്. ഒരു യൂട്യൂബർ പറയുന്നത് 2 രൂപയുടെ എളിമ ഇടേണ്ടിടത്ത് 2000 രൂപയുടെ എളിമ ഇട്ടുകളയും ജയറാം എന്നാണ്. 100% നല്ല നിരീക്ഷണമാണത്. 2 രൂപയുടെ എളിമ ഇട്ടാൽ മതി. ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇങ്ങനെ. പക്ഷേ 2000 രൂപയ്ക്ക് ഇട്ടുകളയും ജയറാം എന്നാണ് പറയുന്നത്. അമ്മ വന്ന് കുംഭകോണം, അപ്പ വന്ന് പാലക്കാട്. அந்த காலத்து பாலக்காடு தமிழ்நாடு, நான் வந்து பெரும்பாவூர், குழந்தைகள் சென்னை, பொண்டாட்டி நாயர் குறுப்பு. அந்த ടൈമിലെ പാലക്കാടും തമിഴ്നാട്ടിൽ தான் ഇരുന്നത്. ജനിച്ചത് പഠിച്ചത് വളർന്നത് കൊച്ചി എന്താ പറയുക, കൊച്ചി. 2 ലാംഗ്വേജും ഒന്നും മാതൃത ഇദ്ദേഹത്തിന്. തമിഴും മലയാളവും ഒന്ന് മാതൃത, ഒന്ന് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ്, അന്ത മാതിരി ഇല്ലേ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പക്ഷേ ഞാൻ ജനിച്ചത് വളർന്നത് പഠിച്ചത് പേരുണ്ടാക്കിയത് സിനിമയിൽ കയറിയത് എല്ലാം മലയാളത്തിലാണ്. അതിൽ നിന്നാണല്ലോ തമിഴിൽ പോയി പൊട്ട വേഷങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അയാൾ പറയുന്നത് 2 ലാംഗ്വേജും എനിക്ക് ഒന്ന് മാതൃത, വീട്ടിൽ പേசுறതെല്ലാം തമിഴ്. എനിക്കറിയില്ല, പൊണ്ടാട്ടി തമിഴ്നാട്ടിൽ താമസത്തിന് പോയ ശേഷമായിരിക്കും തമിഴ് പഠിച്ചത്. ചെറുതാനേ, അല്ലാതെ തമിഴ് പഠിച്ച ആളല്ലല്ലോ ഇയാളുടെ ഭാര്യ. മലയാളവും കംഫർട്ട്, തമിഴും കംഫർട്ട്. പേശുവർക്ക് സംസാരിക്കുന്നതിന് മലയാളവും തമിഴും കംഫർട്ടാണെന്ന്. റാംരാജിൻ്റെ പരസ്യം നമ്മൾ മറക്കാറായിട്ടില്ല. എൻ്റെ നാടിൻ്റെ താളത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൽ അഭിമാനമുണ്ട്, എൻ്റെ നാട്ടിൽ ജനിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. പരസ്യത്തിൽ തള്ളോട് തള്ളായിരുന്നു, അഭിമാനമുണ്ട്. ഇവിടെ വന്ന് ചെണ്ട കൊട്ടും, തമിഴ്നാട്ടിൽ ചെന്ന് വോട്ട് ചെയ്യും. തമിഴൻ്റെ ക്യാമറ കണ്ടാൽ തമിഴൻ, മലയാളം ക്യാമറ കണ്ടാൽ മലയാളമുണ്ട് ആകും. എനിക്ക് കുഞ്ഞുനാളിലേ ഉള്ളൊരാശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. മോഹൻലാലും ദുൽഖറും ഭഗതും നയൻതാരയും പ്രിയനും കല്യാണിയും ഒരു കാലത്ത് കുറേ കാലം മമ്മൂട്ടിയും ഒക്കെ വർഷങ്ങളായി തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നു. പക്ഷേ ഇവരാരും ഞാൻ വന്ന് തമിഴൻ മട്ടും താ എന്ന് പറഞ്ഞിട്ടില്ല. അവർ മലയാളിയായി അഭിമാനത്തോടെ ചെന്നൈയിൽ ജീവിക്കുന്നു. ഈ കെട്ടിയോൻ പറയുന്ന പോലെ പൊണ്ടാട്ടി പറയില്ല, പാർവതി പറയുമോ ഞാൻ തമിഴത്തിയാണെന്ന്? എനിക്കോളില്ല പറയുന്നു. ഞാൻ തിരുവല്ലക്കാരി, നല്ല കുറുപ്പാണെന്നല്ലേ പറയൂ. നക്കാപിച്ച വേഷങ്ങൾക്കായുള്ള ഗിമ്മിക്സ് ആണ് ഇത് എന്ന് ഞാൻ പറയും. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മുടെ നടൻ ശ്രീനിവാസൻ മരിച്ചു. രോഗഗ്രസ്തനായി എത്രയോ നാൾ ആശുപത്രിയിലും വീട്ടിലുമായി അദ്ദേഹം കഴിഞ്ഞു. തിരിഞ്ഞു നോക്കിയോ ഈ മഹാൻ? എത്ര നല്ല തിരക്കഥകളിൽ ഇദ്ദേഹത്തിന് വേഷം കൊടുത്തു. നോക്കില്ല. പത്മരാജ സാർ നേരത്തെ പോയത് നന്നായി എന്ന് ഞാൻ പറയും. ശ്രീനിവാസൻ മരിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് അന്ന് നിർത്തിപ്പോരാൻ പറ്റാത്ത ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA ആണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. എടാ, സ്വന്തം വീട്ടുകാരെങ്കിലും മരിക്കുമ്പോൾ ഷൂട്ടിംഗ് ഉണ്ടെന്ന് കൊണ്ട് പോകാതിരിക്കരുത്. അപ്പോൾ ഇതൊക്കെ ജയറാം തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ജയറാമിനെ പറ്റി പറയില്ലായിരുന്നു. ജോഷി സാർ സംവിധാനം ചെയ്ത അമ്മ നിർമ്മിച്ച 2020 സിനിമയിലെ ക്ലൈമാക്സിൽ, ആ ക്ലൈമാക്സ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ പോസ്റ്ററിൽ 5 പേര് നിരന്ന് നടന്നു വരുന്നതാണല്ലോ പോസ്റ്റർ. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, പിന്നെ ജയറാം. പക്ഷേ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അതിൽ ജയറാമില്ല അങ്ങനെ നടന്നു വരുന്നതിൽ. ഇക്കാരണം ചോദിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ജയറാം മൊഴിയുന്നത് വിഷുവിന് വീട്ടിൽ പോകണം. അപ്പോൾ ജോഷി സാർ പറഞ്ഞത്ര 2 നാൾ കൂടി നീ ഇവിടെ നില്ലെന്ന്. നീ നിന്നാൽ
നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന 2-3 ഷോട്ട് എടുത്തിട്ട് വിടാം എന്ന് പറഞ്ഞു. പക്ഷേ ജോൺസി സാറിനോട് പറഞ്ഞെന്ന് പറ്റില്ല, എനിക്ക് വിഷുവിന് വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നാണ് ഇദ്ദേഹം ഒരു ക്യാമറയിൽ പറഞ്ഞത്. പോയി. പിന്നെ വിഷുവിനെ വിട്ടു. മറ്റൊരു ക്യാമറ കാണുമ്പോൾ എനിക്കന്ന് ശബരിമലയിലെത്തണം. 2020 ക്ലൈമാക്സ് ആണോ ശബരിമലയാണോ മുഖ്യം? എനിക്ക് ശബരിമലയാണ് മുഖ്യം. ഞാനങ്ങ് പോയി. 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പോൾ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയുന്നത് സാറ് എടുക്കണം, വൈകുന്നേരത്തോട് എടുക്കാന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പോയി വൈകുന്നേരത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ എടുക്കെടുക്ക പറ്റിയത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. തീരുമാനം പിന്നെ എൻ്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്കതാണ് വലുതെന്ന് തോന്നി. അന്ന് മറ്റേ ആ സ്വർണ്ണ വാതിലൊക്കെ മോഷിച്ചൊരു കള്ളമുണ്ടല്ലോ, അയാളാണല്ലോ കൂട്ടുകാരൻ, അതുകൊണ്ട് പോയതായിരിക്കും. മൂന്നാമതൊരു ക്യാമറ വന്നപ്പോൾ ക്ലൈമാക്സ് എടുക്കണമോ ഓണത്തിന് വീട്ടുകാരോടൊപ്പം ഉണ്ണണോ എന്ന് ചോദിച്ചു. എനിക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടാ മതി എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോഴാണ് ഒരു തമിഴൻ ക്യാമറയായിട്ട് വന്നത്. ഇതേ ചോദ്യം തമിഴൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം, ദീപാവലിക്ക് ഫാമിലിയോടൊപ്പം കൂടണോ 5 പേര് നിരന്ന് നടന്നു വരുന്ന ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദീപാവലി താ മുഖ്യം, അതുകൊണ്ട് ഞാൻ ചെന്നൈക്ക് போய் படம் என்ன ஒரு வாட்டி கூட பாருங்க, கடைசியில் வந்து இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். என்னோட போர்ஷன் ஃபைட்லாம் முடிஞ்சிருச்சு. கடைசியில் இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வருது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டாக தீபாவளி டைம் எங்கள் வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா? யோசிச்சேன் സാർ എനിക്ക് ദീപാവലി താ മുഖ്യം அப்படின்னா പോകണം. എടാ വാക്കിന് എന്തെങ്കിലും ഒരു സ്ഥിരത വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് കാണുന്നവർ പുച്ഛിക്കുമെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പക്ഷേ ഓരോ ക്യാമറ കാണുമ്പോൾ ഓരോ രീതിയിൽ പറയുമ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ കാണുന്ന ജനം എന്നെ പുച്ഛിക്കും. നാക്കെടുത്ത് വളച്ചാൽ കള്ളമേ പറയൂ, പൊങ്ങച്ചമേ പറയൂ എന്ന് ചിന്തിക്കില്ലേ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നടനാണ് ജയറാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി, കുട്ടി മണി എന്റെ മേരെ സോപ്പ് പട്ടി, ആട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടപ്പട്ടി.